വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സെമി ഫൈനലിൽ കളിച്ച 11-ൽ മാറ്റം വരുത്താതെയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുന്നത്. മഴയെ തുടർന്ന് 2 മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ മത്സരം തുടങ്ങുന്നത്. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി. എൽദോ, ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ആ ആകാംക്ഷയ്ക്ക് ഒരു പ്രധാന കാരണം സെമി ഫൈനലിലെ തകർപ്പൻ പ്രകടനവുമാണ്. പക്ഷേ മഴ കളിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, മത്സരം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 31 റൺസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. ഇനി ടോസ് നഷ്ടപ്പെട്ടു ഇന്ത്യക്ക്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം, തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടിലെ ഈർപ്പമുള്ള സാഹചര്യമാണ്. അപ്പോൾ പിച്ചിലും ആ ഈർപ്പമുണ്ട് എന്നാണ് ടോസിന്റെ സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞത്. താനാണെങ്കിലും ടോസ് നേടിക്കഴിഞ്ഞാൽ ആദ്യം ബോളിംഗ് തെരഞ്ഞെടുക്കുമായിരുന്നു എന്നും ഹർമൻപ്രീത് കൗർ പറഞ്ഞു വെക്കുന്നു. അതായത് ചേസ് ചെയ്യുകയാണ് നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ കൂടുതൽ ഉചിതം. പക്ഷേ എന്താണെങ്കിലും ദൗർഭാഗ്യവശാൽ ഇന്ത്യക്ക് ടോസ് കിട്ടിയില്ല. ടോസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമാണ്. അങ്ങനെ ടോസിന്റെ ആനുകൂല്യത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ഇപ്പോൾ ബാറ്റിംഗിന് അയച്ചു. പക്ഷേ ഇന്ത്യയുടെ തുടക്കം നല്ലതാണെന്ന് പറയണമല്ലോ. ആദ്യത്തെ ഓവർ, അതായത് കാപ്പെറിഞ്ഞ ആദ്യത്തെ ഓവറിൽ റൺസ് നേടാൻ കഴിഞ്ഞില്ല ഇന്ത്യക്ക്. എങ്കിൽ കൂടി പിന്നീടുള്ള ഓവറുകളിൽ ഇന്ത്യ മോശമില്ലാത്ത രീതിയിൽ സ്കോർ ചെയ്യുന്നു. ഇപ്പോൾ 5.2 ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ ഇന്ത്യ 35 റൺസ് എടുത്തിട്ടുണ്ട്. സ്മൃതി മന്ദാന 15 റൺസും ഷഫാലി വർമ്മ 21 റൺസുമായും ക്രീസിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ തുടക്കം നല്ലതാണ്. ഈ ഒരു തുടക്കം അത് നിലനിർത്തി പോകാൻ കഴിഞ്ഞാൽ അത് ഗുണകരമാകും. ഏറ്റവും ശ്രദ്ധേയം, ഇനിയുള്ള അരമണിക്കൂർ നിർണായകമാണ്. പ്രത്യേകിച്ചും പിച്ചിലെ ഈർപ്പം പരമാവധി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരെ ഇന്ത്യയുടെ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംഘം ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. ജമീമ റോഡ്രിഗസ് ആയിരിക്കും ഇന്നും വൺ ഡൗൺ ആയി എത്തുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജമീമ റോഡ്രിഗസ്, പിന്നാലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും എത്താനാണ് സാധ്യത. അങ്ങനെ ഒരു ഫൈനലിന് പറ്റിയൊരു ടോട്ടൽ, പ്രത്യേകിച്ചും നവി മുംബൈയിലെ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് അത്ര ദുഷ്കരമല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ടോട്ടൽ നേടിയാൽ മാത്രമേ ചേസിംഗ് ടീമിന്റെ ആനുകൂല്യത്തെ മറികടക്കാൻ കഴിയൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് കണക്കുകൂട്ടിയായിരിക്കും ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ ഞാൻ മറ്റൊരു അപ്ഡേഷൻ കൂടി നൽകട്ടെ. ഓസ്ട്രേലിയയിൽ അവിടെ ഇന്ത്യൻ പുരുഷന്മാർ ഓസ്ട്രേലിയൻ ടീമിനെതിരെ മത്സരിച്ചിരുന്നു. അവിടെ ഇന്ത്യ ജയിച്ചു. 5 വിക്കറ്റിന് ജയിച്ച് മത്സരം പരമ്പര ഇന്ത്യ സമനിലയിലാക്കി. ഒരു മത്സരം വാഷ് ഔട്ട് ആയിരുന്നു റെയിനെ തുടർന്ന്, മഴയെ തുടർന്ന്. എന്നാൽ ഇപ്പോൾ 3 മത്സരങ്ങളുടെ 2020 പരമ്പര ഇപ്പോൾ 1-1 എന്ന നിലയിൽ ഇന്ത്യ സമനിലയിൽ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത. 9 പന്തുകൾ ശേഷിക്കെ 187 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു. 49 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യക്ക് വേണ്ടി ടോപ്പ് സ്കോററായത്. നമുക്കറിയാം സഞ്ജു സാംസൺ ഉണ്ടായിരുന്നില്ല. സഞ്ജുവിന് പകരം ടീമിലെത്തിയ ജിതേഷ് ശർമ്മ ഇപ്പോൾ മത്സരം അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ 13 പന്തിൽ 22 റൺസുമായി പുറത്താകാതെ ക്രീസിലുണ്ട് എന്നതുകൂടി നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് തോന്നുന്നു. ശ്രീജ, തീർച്ചയായും ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാ കണ്ണുകളും മുംബൈയിലേക്ക് തന്നെയാണ്. അത്രയേറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയുടെ പുലിക്കുട്ടികളായ വിമൻ ഇൻ ബ്ലൂ ഇറങ്ങുന്നത്. മഴ ചെറിയൊരു ഭീഷണിയൊക്കെ ഉയർത്തുന്നുണ്ട്. എങ്കിൽ പോലും മികച്ചൊരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ പോകുന്നത്.